ഹല്ലേലൂയ. ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രഭാതവന്ദനം ചൊല്ലുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു ശുഭദിനം ആശംസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, കാത്തിരിപ്പോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ മോർണിംഗ് മെസ്സേജിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന ഈ മീറ്റിംഗ് ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളെല്ലാം ഓരോ ദിവസവും എനിക്ക് അധികം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അധികം ദൈവനാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ശുശ്രൂഷിക്കാനും എനിക്ക് പ്രചോദനം നൽകുന്നതാണ്. ഇന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ ഫോണിലൂടെയോ ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പിലൂടെയോ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് പ്രഭാതത്തിലും വളരെ ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ്, വ്യത്യസ്തമായ ഒരു ദൈവിക വെളിപ്പാടാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കൂടാരം നീക്കി അടിച്ചോ. ഈ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ ഇതെന്താ ഇങ്ങനെ എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു അതിശക്തമായ വെളിപ്പാടും കാഴ്ചപ്പാടുമാണ് ഈ സന്ദേശം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഈ തിരുവെഴുത്തിനാൽ സ്പർശിക്കപ്പെടേണ്ടവർക്ക് മാത്രമായിരിക്കും ഈ സന്ദേശം കേൾക്കാൻ കഴിയുക. അങ്ങനെയുള്ളവർ മാത്രമേ ഈ സന്ദേശം കേൾക്കുകയുള്ളൂ. നിങ്ങൾ കൂടാരം നീക്കി അടിച്ചോ. ഈ കൂടാരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വ്യക്തി ആരാ? അത് വിശ്വാസവീരനാകുന്ന അബ്രഹാം തന്നെയാണ്. അബ്രഹാമിനെ കുറിച്ചല്ല എൻ്റെ ഇന്നത്തെ സന്ദേശം. അബ്രഹാമിന്റെ ഒരു പ്രവൃത്തി, ഒരൊറ്റ പ്രവൃത്തിയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ അതിനു മുൻപേ മാന്യ സുഹൃത്തെ, നിന്റെ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. നീ ഇന്ന് ഏത് വിഷയവുമായി, ഏതൊരു ടോപ്പിക്കുമായി നിങ്ങൾ വേദന കൊള്ളുന്നുവോ, നിങ്ങൾ ഇന്ന് ചിന്താകുലരായിരിക്കുന്നുവോ, നിങ്ങൾ ഇന്ന് കുഴങ്ങിയിരിക്കുന്നുവോ, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നീ എന്തു ചെയ്യണം, എന്ത് ചെയ്യരുത്, അത് കർത്താവ് നിന്നോട് സംസാരിക്കും. ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നിന്റെ ബുദ്ധിക്കൊരു പ്രകാശം ഉണ്ടാവും. നിങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള ആകുല ചിന്തയ്ക്ക് വിരാമമിടാൻ കഴിയും. ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് ഒരു ഒഴിവ് കിട്ടും. ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം നിന്നെ ഇന്ന് വിശാലതയിലേക്ക് നടത്താൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവെഴുത്തിലാണ് ആദ്യമായി നാം ഈ വാക്യം കാണുന്നത്. എന്താണത്? അബ്രഹാമിന്റെ ചരിത്രം അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. അതായത് ദൈവം അബ്രഹാമിനോടൊരു ഉടമ്പടി ചെയ്യാനായി തീരുമാനിച്ച് അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട്, പിതൃഭവനൊക്കെ വിട്ട് നീ ഇറങ്ങുക. സബ്ജക്റ്റ് അതല്ല, ചിന്ത അതല്ല. 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കും, ഇങ്ങനെ കാണാൻ കഴിയും. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു. നമ്പർ 1, ദൈവം സ്വന്തം ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടിറങ്ങാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ഇറങ്ങി. താൻ ചെന്ന് ദൈവം നിൽക്കാൻ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്ന് താൻ കൂടാരമടിക്കും. അടുത്ത ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്തൊരു വാക്യം ചേർത്ത് അവിടെ പറയുന്നുണ്ട്. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ദൈവത്തിന്റെ നാമത്തെ അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആദ്യ വ്യക്തിയായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാമിനെയാണ്. ഹാബേൽ, ഹാനോക്ക് തുടങ്ങിയവരെല്ലാം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അറിയാം. പക്ഷെ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം 26-ാമത്തെ അധ്യായത്തിലെ ജനം വിഗ്രഹാരാധികളായിരുന്നു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചവരല്ല. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് മാത്രമാണ്
അബ്രഹാം യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു എന്ന് പറയുന്നത്. അതായത് തിരുവെഴുത്തിൽ, തിരുവചനത്തിൽ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച ആദ്യ വ്യക്തിയായി അബ്രഹാമിനെ ദൈവത്തിന്റെ ആത്മാവ് ഓർത്ത് രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ, അതേപോലെ തന്നെ വിശ്വാസവീരനാകുന്ന ഹാബേൽ, ഹാനോക്ക് തുടങ്ങിയവരൊന്നും ആ പട്ടികയ്ക്കകത്ത് വന്നിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കെ, ദൈവം അബ്രഹാമിനെ ഇരട്ടിയായി അനുഗ്രഹിച്ചതിന്റെയും ഇന്നും അബ്രഹാമിന്റെ തട്ട് ഉയർന്നു തന്നെ ഇരിക്കുന്നതിന്റെയും ഇന്ന് അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കാൻ യുവതലമുറ തയ്യാറാകുന്നതിന്റെയും ഒക്കെ പിന്നിലെ കാരണം, അബ്രഹാമിനെ ഓർക്കാനുള്ളതിന്റെ കാരണം, ദൈവത്തെ അബ്രഹാം അറിയുകയും ദൈവത്തെ അബ്രഹാം ഓർക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, പ്രിയ കുടുംബമേ, നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നീ കൂടാരം നീക്കി അടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ വെളിപ്പെടുത്തി തരാം. ആദ്യമായി ഒരു കൂടാരം അടിക്കുന്നത് ഇപ്പോൾ 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ്. അബ്രഹാം എവിടെ കൂടാരം അടിക്കുമോ അവിടെ ഒരു ദൈവത്തിനൊരു സ്ഥലവുമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തേ, അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഗ്രഹത്തിന്റെ പടി അല്ലെങ്കിൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ചില സ്വന്തം ബന്ധങ്ങളെ വിട്ടുപിരിഞ്ഞുകൊണ്ടുള്ള ഒരു തുടക്കമാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ സ്വന്തം ബന്ധങ്ങളെ വിട്ട് ഒഴിഞ്ഞതിന് ശേഷം എനിക്ക് അനുഗ്രഹം വന്നു എന്ന്? ആമേൻ. പറയാൻ കഴിയുന്നവർക്കായി സ്തോത്രം. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ ആദ്യം അബ്രഹാം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അബ്രഹാമിന്റെ അതിരുകൾ വിശാലമാകാൻ തുടങ്ങിയത് താൻ സ്വന്തക്കാരുടെ ഇടയിൽ നിന്ന് താൻ മാറാൻ ദൈവം പറഞ്ഞപ്പോഴാണ്. ദൈവം പറഞ്ഞ വാക്കിന് അബ്രഹാം വില കൊടുത്തപ്പോഴാണ് തന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങിയത്. അടുത്ത പോയിന്റ് 13-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വീണ്ടും നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ആരെയാണെന്നറിയാമോ? ലോത്തിനെ. 2 പേരിവിടെ ഉണ്ട്. അബ്രഹാമും ഉണ്ട്, ലോത്തും ഉണ്ട്. അബ്രഹാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, വളരെ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ലോത്ത് അബ്രഹാമിന്റെ സഹോദരനായ ഹാരാന്റെ പുത്രനാണ്. തേരഹിന്റെ മരണശേഷം ലോത്ത് അബ്രഹാമിനോടുകൂടെ കനാനിൽ വന്നു. 2 പേരുടെയും മൃഗസമ്പത്ത് വർദ്ധിച്ചപ്പോൾ അവരുടെ ഇടയിൽ തമ്മിൽ ശണ്ടയുണ്ടായി. നോക്കിയേ, അനുഗ്രഹങ്ങളിലേക്ക് അബ്രഹാം പ്രവേശിച്ചു തുടങ്ങിയപ്പോ തന്നെ പ്രശ്നങ്ങൾ അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങി. നിങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവിക പദ്ധതിക്കനുസരിച്ച് നീ ചില സ്റ്റെപ്പുകൾ വെക്കുമ്പോ നിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന, മരിച്ചാലും വിടുകയല്ലാന്ന് പറയുന്ന ചില വ്യക്തികളൊക്കെ നീയുമായി ശണ്ടയിടാൻ തുടങ്ങും. തിരുവെടുത്ത് പറയുന്നു, 13-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു, അവരുടെ മൃഗസമ്പത്ത് വർദ്ധിച്ചു, അവരുടെ ഇടയിലുള്ള ബ്ലെസ്സിങ്സ് അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ ഇറങ്ങിയ സമയത്തെ അനുഭവം അല്ല, ഒരധ്യായം അങ്ങോട്ട് കടക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു വർധനവുണ്ടാകാൻ തുടങ്ങി. മാന്യ സുഹൃത്തേ, ദൈവം നിന്നെ വിളിച്ചതിന്റെ പേരിൽ, തെരഞ്ഞെടുത്തതിന്റെ പേരിൽ, താങ്കൾ ദൈവത്തെ അറിഞ്ഞതിന്റെ പേരിൽ ഒരു കാലം നിനക്ക് ചിലയിടത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം നിന്നെ ഇറങ്ങിയെടുത്തുള്ള ജനങ്ങൾ ആശ്ചര്യത്തോടെ നോക്കത്തക്ക നിലയിൽ വർദ്ധിപ്പിച്ച ചരിത്രമേ വിശുദ്ധ ബൈബിളിലുള്ളൂ. എന്നാൽ കൂടെ നിന്ന വ്യക്തി ഇപ്പോൾ തെറ്റുകയാണ്. ഇപ്പൊ ഒരു ശണ്ട ഉണ്ടായിട്ട് പറഞ്ഞു, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നിന്റെ വേലക്കാരെ, ഇടയന്മാരെ നീ നിലയ്ക്ക് നിർത്തിക്കോ, എനിക്ക് എന്റെ ഷെയർ ഇങ്ങ് തന്നേക്ക്, ഞാൻ അങ്ങ് പോയേക്കാം. ലോത്ത് അങ്ങനെ പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാം. പക്ഷെ ആ വാക്യത്തിന്റെ വ്യത്യാസമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അബ്രഹാമും ഇറങ്ങി, ലോത്തും കൂടുണ്ട്. അബ്രഹാമും കൂടാരമടിച്ചു, ലോത്തും കൂടാരമടിക്കുകയാണ്. എന്താണെന്നറിയാമോ? 13-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. കാര്യം എന്നാ?
മുകളിലോട്ട് വായിക്കുമ്പോൾ 10-ാമത്തെ അധ്യായത്തിലേക്ക് ലോത്തിന്റെ കണ്ണൊന്നു പോയപ്പോ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. നീരോട്ടമുള്ള പ്രദേശം അബ്രഹാം എടുത്തെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങി അബ്രഹാം എവിടെയും പോയില്ല, കനാനിൽ തന്നെ പാർത്തു. ഓക്കെ, നിന്നോട് കൂടെ ഉള്ളവർ നിന്നെ വിട്ടു പിരിഞ്ഞു. നിന്നെ വിട്ടു പിരിഞ്ഞ് നിന്നേക്കാൾ വലിയ കൂടാരം അവരടിച്ചിട്ടുണ്ടായിരിക്കും. നിന്നിൽ നിന്ന് ചിലരൊക്കെ ഒന്ന് നീങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ തിരുവെഴുത്തൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. 13-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. 2 പ്രാവശ്യം പറഞ്ഞേക്കുന്നു, നീക്കി നീക്കി അടിച്ചു. അദ്ദേഹത്തിന് എവിടെയും ഉറപ്പില്ലേ എന്നൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ ഇവിടെ ചിന്തിക്കുന്നത്. പക്ഷേ അബ്രഹാം കൂടാരം നീക്കി അടിച്ചു, ലോത്ത് കൂടാരം നീക്കി നീക്കി അടിച്ചു. പക്ഷേ ലോത്തിന് കൂടാരമുണ്ട്, വിശാലമായ കൂടാരം കാണും. അബ്രഹാമിനേക്കാൾ വലിയ കൂടാരം കാണും. അബ്രഹാമിനേക്കാൾ വലിയ കട്ടിയുള്ള ടെന്റ് ആയിരിക്കും ലോത്ത് അടിച്ചേക്കുന്നത്. അബ്രഹാമിന്റെ പ്രത്യേകതയും ലോത്തിന്റെ പ്രത്യേകതയും ഞാൻ പറയാം. അബ്രഹാം അടിച്ചതൊരു ചെറുകൂടാരമാണെങ്കിലും ആ കൂടാരത്തോട് ചേർന്നൊരു യാഗപീഠം പണിയാൻ അബ്രഹാം മറന്നില്ല. ലോത്ത് വലിയ വിജലംബിച്ച കൂടാരമാണ് അടിച്ചതെങ്കിലും, വലിയ സമൃദ്ധിയുടെ നടുവിലാണെങ്കിലും ദൈവത്തെ മറന്നോ എന്ന് ഞാനൊന്ന് സംശയിക്കുന്നു. കാരണം തിരുവെഴുത്തിൽ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല ലോത്ത് യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിതു എന്ന്. അബ്രഹാം ചെറുകൂടാരമാണെങ്കിലും ആ കൂടാരത്തോട് ചേർന്ന് ഒരു യാഗപീഠം പണിയാൻ മറക്കാത്തത് കൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് പറയാം. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു, എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് അതല്ല, അപ്പന്റെ സ്വഭാവവും അപ്പന്റെ ചിന്തയും അപ്പന്റെ ജീവിതശൈലിയും അപ്പന്റെ ആരാധനയും അപ്പന്റെ വിശ്വാസത്തെയും പ്രതി ഒരു തലമുറ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തെ കൊണ്ട് പറയിച്ച വിശ്വാസവീരൻ അബ്രഹാം മാത്രമാണ് കേട്ടോ. അപ്പന്റെ ആരാധന, അപ്പന്റെ വേദനയുടെ നടുവിലും ദൈവത്തിന് ആരാധന, അപ്പന്റെ ദുഃഖത്തിന്റെ നടുവിലും ദൈവത്തിന് ആരാധന, അപ്പന്റെ വേർപാടിന്റെ നടുവിലും ചില വ്യക്തികളെ വിട്ട് വേർപിരിയലിന്റെ നടുവിലും ദൈവത്തിന് ആരാധന, അപ്പന്റെ പ്രിയപ്പെട്ടവരെല്ലാം അകന്നുപോയപ്പോഴും ദൈവത്തിന് ആരാധന, അപ്പന്റെ ലഭ്യമായ ചെറു കൂടാരത്തോട് ചേർന്നും ദൈവത്തിന് ആരാധന. അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, ചില അധ്യായങ്ങൾ മാത്രം ഒന്ന് മുൻപോട്ട് പോകുമ്പോൾ ഞാൻ ഇതിനകത്ത് വായിച്ചു കേട്ട ദൈവശബ്ദമുണ്ടല്ലോ, അത് അബ്രഹാം കൊടുത്ത വിലയുടെ മറുപടിയാ കേട്ടോ. ഈ തിരുവെഴുത്ത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വിചാരിക്കുന്ന ഒരു പുസ്തകമല്ല. ഇതിനകത്ത് ഈ ഉൽപ്പത്തി പുസ്തകം മാത്രം വായിച്ചാൽ മതി ഒരു വ്യക്തി എങ്ങനെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എങ്ങനെയൊക്കെ അവന്റെ ജീവിതങ്ങൾ കടന്നു പോകും എന്നൊക്കെ മനസ്സിലാകാനായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ സമയക്കുറവിന്റെ നടുവിലും നിങ്ങൾ പല വിട്ടുവീഴ്ചകളും ചെയ്ത് ദൈവവചനം കേൾക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവിക കാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കുന്നതും ദൈവത്തെ ഓർക്കുന്നതും ദൈവസന്നിധിയിൽ ചിലവിടുന്നതൊന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതരുത്. ഒരു ദൈവശബ്ദം എന്നോ എപ്പോഴോ ഏതോ ഒരു രീതിയിൽ കേട്ടതിന് ശേഷമാണ് നിങ്ങളെന്ന വ്യക്തി ഇത്രത്തോളം ഒരു മെച്യൂരിറ്റിയിൽ, ഇത്രത്തോളം ഒരു വിശ്വാസത്തിൽ, ഇത്രത്തോളം ഒരു താല്പര്യത്തിൽ, ഇത്രത്തോളം ഒരു ആരാധനക്കൊതിയിൽ നിങ്ങൾ എത്തിയത്. അതിന്റെ പിന്നിൽ നിങ്ങളെ മാത്രം നോക്കിയുള്ള ഒരു ദൈവശബ്ദമല്ല നിങ്ങൾ കേട്ടത്. പിന്നെയോ നിന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്ന സകലരെയും നിന്റെ തലമുറകളെയും ഉൾപ്പെടെ ദൈവം ആദരിക്കുന്നത് നിന്റെ ആരാധനയിൽ എന്റെ ദൈവം പ്രസാദിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അബ്രഹാമും കൂടാരമടിച്ചു, ലോത്തും കൂടാരമടിച്ചു. ലോത്ത് നീക്കി നീക്കി അടിച്ചെങ്കിലും ലോത്തിനെയും ഒരു വിശാലത നമുക്ക് കാണാം, അബ്രഹാമിലും ഒരു വിശാലത കാണാം. പക്ഷെ
പക്ഷെ അബ്രഹാമിന്റെ വിശാലത പോലെ ലോത്ത് ചെന്ന് അവസാനിച്ചില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു അസാധാരണമായ വിശാലതയാണ് നാം ഇനി മുതൽ അങ്ങോട്ട് കാണാൻ പോകുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ അബ്രഹാം ലിമിറ്റഡ് ആയിരുന്നെന്ന് പറയാം. പക്ഷെ ദൈവശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങിയപ്പോ അൺലിമിറ്റഡ് ആയിട്ട് ആള് മാറുന്നത് എനിക്ക് തിരുവെഴുത്തിനകത്ത് കാണാൻ കഴിഞ്ഞു. ഇന്ന് പകലിൽ ഞാനൊരു പ്രവചന ശബ്ദം ഇതിനകത്ത് പറയുകയാണ്. ദൈവശബ്ദം കേട്ടതിന് ശേഷം നീ എവിടെയെങ്കിലുമൊക്കെ ലിമിറ്റഡ് ആയി പോയെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പരിമിതിയോ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ പിണക്കങ്ങളോ ശണ്ടയോ അതിന് നീ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ലൈഫിൽ ഒരു അൺലിമിറ്റഡ് ആയി വെളിപ്പെടാനുള്ള ഒരു ദൈവപ്രവർത്തിക്ക് എതിരെ നിൽക്കാൻ വേണ്ടിയാ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഘർഷങ്ങൾ, ആമേൻ ആമേൻ, ആന്തരിക മുറിവുകളൊക്കെ വരുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ കേൾക്കുന്ന ദൈവശബ്ദം നിന്നോട് പറയുന്നത്, നിന്റെ കൂടാരം ഇനിയും ദൈവം നീക്കും. ഒരു വിശാലതയാണ് കാണിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് നടക്കാൻ പറയുന്ന ഇടത്തേക്കെല്ലാം അബ്രഹാം നടക്കുമ്പോ ഇപ്പൊ കൂടാരം അടിച്ചെടുത്തല്ല അടുത്ത ദിവസം കാണുന്നത്, അവിടെയല്ല അതിന്റെ അടുത്ത ദിവസം ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അബ്രഹാമിനെ അനുഗ്രഹിച്ചതിന്റെ കാരണം, എവിടൊക്കെ താൻ കൂടാരത്തിന്റെ കുറ്റി അടിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിനൊരിടമുണ്ടായിരുന്നു. മാന്യ സുഹൃത്തേ, 5 വർഷം മുമ്പുള്ള ഒരു ജീവിതമല്ല ഇന്ന് നിങ്ങളുടേത്. നിങ്ങൾ എത്രയോ ഏതൊക്കെയോ മേഖലകളിൽ ദൈവം നിന്നെ കുറച്ചൊക്കെ ഒന്ന് വികസിപ്പിച്ചു. നിന്നെ ദൈവം കുറെയൊക്കെ ഒന്ന് മാറ്റി. ഒന്നുമില്ലെങ്കിലും വിശ്വാസത്തിലെങ്കിലും നിനക്കൊരു വിശാലത വന്നു, പ്രാർത്ഥനയിൽ ഒരു വിശാലത വന്നു, ജീവിതത്തിൽ ഒരു വിശാലത വന്നു. ആമേൻ. ഒത്തിരി പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിൽ മാറി നിൽക്കുമ്പോൾ തന്നെ ദൈവം ആദരിച്ചതിന്റെയും ദൈവം നിന്നെ കണ്ടതിന്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിന്റെയും ഒക്കെ തെളിവുകൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ ജീവിതത്തിൽ കാണാൻ കഴിയുമ്പോൾ, വിശാലതകൾ ദൈവം തന്നില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം തന്ന വിശാലതയ്ക്കനുസരിച്ച് ദൈവത്തിനുള്ള ആരാധനയ്ക്ക് വിശാലത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അബ്രഹാം കൂടാരം നീക്കി അടിച്ച് തന്റെ ജീവിതവും തനിക്ക് സ്വന്തമാകുന്ന ദേശങ്ങളും എല്ലാം വികാസം പ്രാപിക്കുമ്പോൾ, തന്റെ അണ്ടറിലേക്ക് ഓരോ ദേശം ദൈവം ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ, കൂടാരത്തിന് വിശാലത നീളുന്നതിനനുസരിച്ച് ആരാധനയ്ക്കും നീളം കൂടുകയാണ്. കൂടാരത്തിന് നീളം കൂടുന്നതിനനുസരിച്ച്, ദേശത്തിന് നീളം കൂടുന്നതിനനുസരിച്ച് യഹോവയുടെ യാഗപീഠത്തിന്റെയും നീളവും ആഴങ്ങളും ദൈവത്തിലുള്ള വിശ്വാസവും അബ്രഹാമിന് വർദ്ധിക്കുകയാണ്. അബ്രഹാമിന്റെ ഒരു കൂടാരമുണ്ടെങ്കിൽ ദൈവത്തിനൊരു ആരാധനയിടവുമുണ്ട്. ദൈവത്തിനൊരു ആരാധനയിടമുള്ളിടത്താണ് അബ്രഹാമിന്റെ കൂടാരം. ഇന്ന് പകലിൽ ദൈവം നിങ്ങളെ വികസിപ്പിച്ചതിനനുസരിച്ച്, വിശാലമാക്കിയതിനനുസരിച്ച് നാം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനകൾ ചുരുങ്ങിപ്പോയോ അതോ വിശാലത പ്രാപിക്കുന്നുണ്ടോ? ലോത്ത് നീക്കി അടിച്ചു എന്ന് തിരുവെഴുത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയപ്പോ അബ്രഹാം നീക്കി അടിച്ചു എന്ന് മാത്രമേ തിരുവെഴുത്ത് പറയുന്നുള്ളൂ. അബ്രഹാം ഒരു ചുവട് നീക്കിയപ്പോഴും ദൈവത്തിന് ഇടമുണ്ടായിരുന്നു. ലോത്ത് 2 ചുവട് നീക്കിയപ്പോഴും ദൈവത്തിന് ഒരിടവും കണ്ടില്ല. ഇന്ന് പകലിലും അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിൽ കാര്യവിചാരനാകുന്ന ഒരു ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ അല്പത്തിൽ വിശ്വസ്തനാണോ പ്രിയപ്പെട്ട സുഹൃത്തെ? ദൈവം നിന്നെ അധികത്തിൽ കാര്യവിചാരകനാക്കും. അല്പത്തിലും വിശ്വാസിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത, എന്നാൽ നമുക്ക് ദൈവം വളരെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ലോത്ത്, ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ലോത്ത്. എന്നാൽ അബ്രഹാമിന്റെ അത്രയും താൻ വരുന്നില്ല, അബ്രഹാമിന്റെ അത്രയും മാറ്റങ്ങൾ തനിക്ക് വരുന്നില്ല. എങ്കിലും അപ്പോഴത്തേക്ക് അപ്പോൾ താൻ കണ്ട നീരോട്ടമുള്ള പ്രദേശമാണ് ഏറ്റവും അനുഗ്രഹം എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തത് ഒരു ശാപം പേറാൻ തയ്യാറായി നിൽക്കുന്ന ഭൂമിയുടെ ഭാഗമായിരുന്നെന്ന് ആ മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ച അബ്രഹാമിനെ ദൈവം ആദരിച്ച വിധങ്ങളെ ഓർത്ത് ആശ്ചര്യപ്പെടുകയാണ് ഞാൻ. ഇന്ന് ചില സ്നേഹബന്ധത്തിന്റെ പേരിൽ ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾക്ക് അല്പം മാത്രമേ ഉള്ളെങ്കിലും അല്പം ദൈവം തന്ന ഇടത്ത് ദൈവത്തിനൊരു യാഗപീഠം പണിയാൻ, ഒരു ആരാധനയിടം പണിയാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നതിന് കയ്യും കണക്കും കാണത്തില്ല. ഹല്ലേലൂയ. 13-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോണിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. കണ്ടോ, ലോത്ത് നീക്കി അടിച്ചു. പക്ഷെ അബ്രഹാം വീണ്ടും അവിടുന്നും നീങ്ങി. ദൈവം വീണ്ടും ഒരു വിശാലത കൊടുക്കുക. ഹെബ്രോനിൽ
മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെയും യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തെ ഓർക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ഒരു സമയത്തേക്ക് മൗനമായിരുന്നാലും ഭയങ്കരമായി അവരെ ആദരിച്ച ചരിത്രം നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യമാണ് ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം വിശ്വാസം അബ്രഹാമിന്റെ അത്ര ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്. അബ്രഹാമിനാണ് ദൈവം ഉടമ്പടി കൊടുക്കുന്നത്. ആന്നോ അല്ലയോ? ആന്ന്. അബ്രഹാം ഉടമ്പടിയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഉടമ്പടിക്കും വാഗ്ദത്തത്തിനും കൂടെ വിശാലത വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്റെ മേൽ കിടക്കുന്ന ഒരു വാഗ്ദത്തം, ഞാനും ദൈവവുമായിട്ടുള്ള ഉടമ്പടി, ഞാനും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ ഞാൻ വിശ്വസ്തനായിരുന്നാൽ എന്റെ മേലുള്ള വാഗ്ദത്തത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് എന്റെ തലമുറയിലേക്കും കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തിരുവെഴുത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്തിൽ അങ്ങനെ ഒന്നുണ്ട്. അബ്രഹാമിയ ഉടമ്പടി ഇസ്ഹാക്കിന് ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം ഏതാ? 23-ാമത്തെ വാക്യം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ നിന്ന് അവൻ ബേർഷേബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഇസ്ഹാക്കിനോട് പറയുന്നതാ, ഞാൻ നിന്റെ പിതാവായ നമ്മുടെ ദൈവം നമ്മുടെ മക്കൾക്കൊരു പ്രത്യക്ഷത കൊടുത്താൽ, ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ദൈവം നമ്മുടെ മക്കൾക്കൊരു പ്രത്യക്ഷത കൊടുത്താൽ നിന്റെ അപ്പന്റെ ദൈവമായ ഞാൻ എന്ന് ദൈവം പറയുവോ? ദൈവത്തെ അത്രത്തോളം പ്രസാദിപ്പിച്ച തിരുവെഴുത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏകപുരുഷനാണ്, അല്ല ആദ്യ പുരുഷനാണ് അബ്രഹാം. ദൈവം നമ്മുടെ തലമുറകൾക്ക് ഒരു പ്രത്യക്ഷത കൊടുത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എന്റെ തലമുറകളെ ഉപദേശിച്ച് നടക്കേണ്ട വഴിയിൽ നടത്തണമേ. അവരോട് സംസാരിക്കാൻ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. നിന്റെ തലമുറയ്ക്ക് ഒരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്, ഒരു ദൈവശബ്ദത്തിന്റെ ആവശ്യമുണ്ട്, ഒരു ദൈവിക എൻകൗണ്ടറിന്റെ ആവശ്യമുണ്ട്. പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവം പറയുമോ, നിന്റെ അപ്പൻ ആരാധിക്കുന്ന ദൈവമായ യഹോവ, നിന്റെ അമ്മ ആരാധിക്കുന്ന ദൈവമായ യഹോവ നിന്നോട് സംസാരിക്കാൻ ഞാൻ പറയുമോ? നമ്മുടെ പേര് പറയുമോ? പറയാൻ ദൈവം തയ്യാറാ. പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആ നിലവാരത്തിലേക്കൊന്ന് കൂടാരം നീക്കി നീ അടിക്കണം. ഇന്ന് പകലിൽ ദൈവം നിനക്ക് ഭൂമിയിൽ ഏക്കർ കണക്കിന് സ്വത്ത് തന്നിട്ടുണ്ടായിരിക്കും, സെന്റ് കണക്കിന് സ്വത്ത് നിനക്ക് തന്നിട്ടുണ്ടായിരിക്കും, ക്വിന്റൽ കണക്കിന് നെല്ല് നിനക്ക് തന്നിട്ടുണ്ടായിരിക്കും, പല ദേശത്ത് നിനക്ക് സ്വന്തമായിട്ട് അസറ്റ് ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിലാണ് അബ്രഹാം കൂടാരമടിച്ചത്, ഭൂമിയിലല്ല. ദൈവത്തിന്റെ ഹൃദയത്തിലാണ് അബ്രഹാം കൂടാരമടിച്ചത്. ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ കൂടാരമടിച്ച അബ്രഹാം യാഗപീഠത്തിലല്ല, ദൈവത്തിന്റെ ഹൃദയത്തിൽ തന്നെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അതായത് ദൈവം അബ്രഹാമിനെയും അബ്രഹാം ദൈവത്തെയും കാണുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ തമ്മിലുള്ള ബന്ധത്തിനായിരുന്നു കൂടാരം നീക്കി അടിച്ചത്. ഹല്ലേലൂയ. ഇവിടെ കൂടാരത്തിനല്ല വിശാലത വരുന്നത്, അബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനാണ് വിശാലത വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൻ മറഞ്ഞെങ്കിലും ഇസ്ഹാക്കിനോട് വന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ അപ്പനാകുന്ന അബ്രഹാമിന്റെ ദൈവമായ യഹോവയാകുന്നു. മാന്യ സുഹൃത്തേ, മക്കൾക്ക് നമ്മെക്കുറിച്ച് പറയാൻ എടുത്തു പറയത്തക്ക വലിയ വലിയ നേട്ടങ്ങളും സാക്ഷ്യങ്ങളും ഇല്ലെങ്കിലും നമ്മളൊക്കെ ഭൂമി മലയാളം വിട്ടു മറഞ്ഞാലും അവര് പറയണം, എന്റെ അപ്പൻ ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, എന്റെ അമ്മ ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഇസ്ഹാക്കിന് ദൈവം ഈ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അബ്രഹാമിന്റെ, ഞാൻ നിന്റെ അപ്പനാകുന്ന അബ്രഹാമിന്റെ ദൈവമാകുന്ന യഹോവയാകുന്നു എന്നാണ്. രാത്രിയിൽ തലമുറകൾക്ക് വേണ്ടി കരയുന്ന പ്രിയപ്പെട്ട സുഹൃത്തേ, നീ വേദനിക്കരുത്. ഈ ഭൂമിയിൽ നിന്നെക്കുറിച്ച് ആരും നല്ലത് പറഞ്ഞില്ലെങ്കിലും ചില വ്യക്തികളുടെ മുമ്പിൽ ഇറങ്ങിച്ചെന്ന് നിന്നെക്കുറിച്ച് ദൈവം സംസാരിക്കണമെങ്കിൽ അതിനും ദൈവം തയ്യാറാണ്. പക്ഷേ നമ്മുടെ കൂടാരം ദൈവത്തിന്റെ സന്നിധിയിൽ വേണം അടിക്കാന്. നമ്മുടെ കൂടാരം
ദൈവത്തിന്റെ സന്നിധിയിൽ വേണം അടിക്കാന്. ലോത്ത് കൂടാരം നീക്കി അടിച്ച് വിശാലതകളിൽ നിന്നും വിശാലതകളിലേക്ക് താൻ പോയത് ദൈവവിശ്വാസത്തിൽ നിന്നും, വാഗ്ദത്തങ്ങളിൽ നിന്നും, സഹോദര ബന്ധങ്ങളിൽ നിന്നും, ദൈവ സംരക്ഷണത്തിൽ നിന്നും വിദൂരത്തിലേക്കായിരുന്നു. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ദൈവം തരുന്ന വിശാലതയ്ക്കകത്ത് വിശ്വസ്തനായി നിന്നുകൊണ്ട് 1 സെന്റിമീറ്റർ എങ്കിലും കൂടാരം നീക്കി അടിച്ചാൽ, ഒരു വിശാലത ദൈവം തന്നാൽ, അത് ദൈവവിശ്വാസം വർദ്ധിക്കുന്നതിനും കൂടെ കാരണമായി തീരണം. മാന്യ സുഹൃത്തെ, ദൈവം നിന്നെ അല്പമെന്ന് അനുഗ്രഹിച്ചു നോക്കും. നിന്റെ വിശാലത എത്രത്തോളം ഉണ്ടെന്ന്. ആരാധനയുടെ വിശാലത, പ്രാർത്ഥനയുടെ വിശാലത, ദൈവഭക്തിയിലുള്ള വിശാലത, വിശുദ്ധിയിലും നിർമ്മലതയിലുമുള്ള വിശാലത, ദൈവിക കാര്യങ്ങളിലുള്ള വിശാലത എത്രത്തോളം ഉണ്ടെന്ന് ദൈവം നോക്കും. ഇവിടെ അബ്രഹാം എല്ലാത്തിലും സകലത്തിലും വിശ്വസ്തനായി ഇരുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇസ്ഹാക്കിനോട് പറയുന്ന ഇതാണ്. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. ആര് നിമിത്ത? മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്റെ കാലം കഴിഞ്ഞാലും എന്റെ മക്കൾ എങ്ങനെ ജീവിക്കുമോ എന്തോ എന്ന് പരിതപിക്കുന്ന മാതാപിതാക്കളെ, മക്കൾ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞാലും ഞങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് അവർ പറയുമല്ലോ എന്ന് ദുഃഖിക്കുന്ന മാതാപിതാക്കളെ, അവരുടെ പേരിൽ എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന മാതാപിതാക്കളെ, ചെവി തുറന്ന് ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുക. അബ്രഹാം ഉണ്ടാക്കിയ വസ്തുവിനെ കുറിച്ചല്ല ദൈവം പറയുന്നത്. അബ്രഹാം ഉണ്ടാക്കിയ ആടുമാടുകളെ കുറിച്ചല്ല ദൈവം ഇവിടെ പ്രൈസ് ചെയ്യുന്നത്. അബ്രഹാമിന്റെ താടിയെക്കുറിച്ചോ മുടിയെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഒന്നുമല്ല. പക്ഷെ ഇസ്ഹാക്കിനോട് ദൈവം പറയുന്നത്, നിന്റെ അപ്പൻ നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അപ്പനും അമ്മയും ട്രാക്കിൽ നിൽക്കണം. ഹല്ലേലൂയ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അപ്പനും അമ്മയും ട്രാക്കിൽ നിൽക്കണം. അപ്പനും അമ്മയും ഓടുന്നുണ്ട്, പക്ഷേ ട്രാക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഓട്ടം കറക്റ്റ് ആണോ എന്ന് നോക്കണം. വീലിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇടയ്ക്കെങ്കിലും പാളം തെറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഓടുന്നു, പക്ഷേ നീ ലോകത്തിലൂടെയാണോ ഓടുന്നത്, ട്രാക്കിലൂടെയാണോ ഓടുന്നത്? ട്രെയിനിന് ഓടാൻ ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ, അത് റെയിൽവേ ട്രാക്കാ. പക്ഷേ ഫ്ലൈറ്റ് ഇറങ്ങുന്ന റൺവേയിലൂടെ ട്രെയിൻ ഓടിയ വിവരം അറിയും. രണ്ടും ഓട്ടാ. പക്ഷേ ഫ്ലൈറ്റ് റൺവേ കൂടെ ഓടുന്നെങ്കിൽ അധിക ദൂരം ഓടും, കാരണം അതിന്റെ ട്രാക്കാ അത്. അതേ ഫ്ലൈറ്റ് റെയിൽവേ ട്രാക്കിൽ വന്നാൽ ചരിത്രം മാറും. ഇതേ ട്രെയിന് റൺവേ കയറിയാൽ അവിടെയും ചരിത്രം മാറും. ഓരോരുത്തരെയും ഓടാൻ ദൈവം ഓരോ ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ആ ട്രാക്കിലൂടെ ഓടണം. ഇറങ്ങിയതൊക്കെ കണക്കാ ലോത്ത്, പക്ഷെ വഴിമധ്യേ വെച്ചൊന്ന് ഇടഞ്ഞു. കൂടാരത്തിന്റെ നടുവിൽ വെച്ചൊന്ന് ഇടഞ്ഞു. വാഗ്ദത്തത്തിന്റെ നടുവിൽ വെച്ചൊന്ന് ഇടഞ്ഞു. പക്ഷേ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പോരാട്ടം ഉണ്ടാകാൻ കാര്യം വേറെ ഒന്നുമല്ല, വാഗ്ദത്തം ഭയങ്കര വലുതായിരുന്നു. ഇന്ന് പകലിലും ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ വാഗ്ദത്തം വലുതാ, നിന്റെ പോരാട്ടവും അതുപോലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവം ഒരു വാക്കും കൂടെ വായിച്ച്, അല്പം നീണ്ടുപോയി ഇന്നത്തെ സന്ദേശം, ഒരു വാക്കും കൂടെ വായിച്ച് ഞാൻ ഇന്ന് ഈ ദൂത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അബ്രഹാമിനോട് പറയുന്ന ഇതാ, നീ തല പൊക്കി നോക്കുക. എന്താ അബ്രഹാമിനോട് തല പൊക്കാൻ പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്ക്. തല പൊക്കുക. തല കുനിഞ്ഞിരിക്കുന്നൊരവസ്ഥയില്ല അബ്രഹാം. കാര്യം എന്താണെന്നറിയാമോ? ലോത്ത് വിട്ടുപിരിഞ്ഞു. കുഞ്ഞെ, നീ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടും വിശ്വസിക്കുന്നത് കൊണ്ടും ദൈവപാതയിൽ നിൽക്കുന്നത് കൊണ്ടും നിനക്ക് തലകുനിയേണ്ടി വന്ന സാഹചര്യം ഉണ്ടെങ്കിലും നിന്നെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വരുന്നത് ലോത്തിന്റെ അപ്പനൊന്നുമല്ല, നിന്നെ വിളിച്ചിറക്കിയ ദൈവമാ. ദൈവം തന്നെ അബ്രഹാമിനോട് പറയും, നീ തല പൊക്കുക. ഇന്ന് എവിടെയെങ്കിലും
തല കുനിഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ തല ഉയരുന്നത് 4 ദിക്കിലും നിനക്ക് ഡോറ് തുറക്കുന്ന കാണാനാ. നീ തല പൊക്കി നോക്കുമ്പോ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ഒരു ദിക്ക് പോലും നീ മറന്നു പോകരുത്. 4 ദിക്കിലും നിനക്ക് ഡോറ് തുറക്കുന്നത് ദൈവം നിനക്ക് കാണിച്ചു തരും. ഇന്ന് പകലിലും വിശ്വാസത്തിൽ നിൽക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വഴിവാതിലുകൾ അടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രഭാതത്തിൽ നീ എന്നെ കേൾക്കുന്നതെങ്കിൽ നിന്റെ തല ഉയരാൻ സമയമായി. 4 വഴിയും അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകലിൽ ഈ ദൂതനെ കേൾക്കുമ്പോ പൊടുന്നനെ ഒരു വലിയ ശബ്ദത്തോടെ നിന്റെ മുമ്പിൽ വഴിവാതിലുകൾ തുറക്കാൻ പോകുകയാണ്. കണ്ണുകൾ അടയട്ടെ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തോടൊന്ന് പറഞ്ഞേ, അപ്പാ എന്റെ കൂടാരത്തിന് വിശാലത ഏറുന്നതനുസരിച്ച് എന്റെ ദൈവത്തിനുള്ള ആരാധനയും വിശാലത വർദ്ധിക്കും. എന്റെ വിശ്വാസത്തിന്റെ വിശാലത വർദ്ധിക്കും. എന്റെ വിശുദ്ധിയുടെ വിശാലത വർദ്ധിക്കും. എന്റെ തീരുമാനങ്ങളുടെ വിശാലത വർദ്ധിക്കും. കർത്താവേ, ഇന്ന് പകലിൽ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കണം. ദൈവം ഇവരെ ശക്തീകരിക്കണം. ദൈവം ഇവരെ ബലപ്പെടുത്തണം. ദൈവ ഹൃദയത്തിൽ ഒരു കൂടാരമടിപ്പാൻ ദൈവം ഇവർക്ക് കൃപ കൊടുക്കണം. അബ്രഹാമിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവഹൃദയത്തിൽ സ്ഥാനമെടുക്കുന്ന ഒരു നല്ല പ്രാർത്ഥന വീരന്മാരായി ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ. തിരുനാമ മഹത്വത്തിനായി ഞങ്ങളെ അങ്ങനെ ആക്കി തീർക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുകയും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ കൊടുക്കുകയും ചെയ്യണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ കൂടെ ഈ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുത്താലും, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നടക്കുന്ന മീറ്റിംഗിൽ മുടങ്ങാതെ നിങ്ങൾ പങ്കെടുത്താലും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ സർവശക്തനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.